അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വീണ്ടും ഒരു കപ്പൽ യാത്ര, ലക്ഷദ്വീപിലേക്കുള്ള യാത്രക്ക് തുടക്കമിടുകയാണ്. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് MV ലക്ഷദ്വീപ് സി എന്ന് പറയുന്ന ഈ ഒരു സുന്ദരമായ കപ്പലിലാണ്. കപ്പലിലെ യാത്ര അല്ലെങ്കിൽ ലക്ഷദ്വീപ് യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമുക്കത് കിട്ടി. ഇന്ന് ലക്ഷദ്വീപിലെ അമിനി എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് നമ്മളെ യാത്ര. അവിടെ എത്തിയിട്ടുള്ള അവിടെ നല്ല നല്ല കാഴ്ചകൾ. എനിക്ക് ഈ കപ്പലിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ദ്വീപുകാരായ ആളുകൾ നമ്മുടെ കൊച്ചിയിലാണ് കയറുന്നത്. കൊച്ചിയിൽ വന്ന് അവർ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ഒത്തൊരുമയോടെയുള്ള ഒരു എന്താ പറയുക, സാധനങ്ങൾ കയറ്റുന്നതായാലും വണ്ടിയിൽ കയറുന്നതായാലും ഒക്കെ ഭയങ്കര ഒത്തൊരുമയോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, അത് എന്നെന്നും ദ്വീപിൽ നിലനിൽക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് കപ്പലിലേക്ക് കയറാം. കപ്പലിൽ കയറിയതിന് ശേഷം കപ്പലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ, അതുപോലെ ദ്വീപിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ വ്ളോഗിലേക്ക് ചെറിയ മക്കൾ പോലും കാണുന്ന വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിലൂടെ കാണാവുന്നതാണ്. പോയേക്കാം. അതിൻ്റെ കൂടെ നേരെ കപ്പലിലേക്ക് ബിസ്മി ചൊല്ലി കയറുക. ബിസ്മില്ലാ. വരി. കപ്പലിന്റെ ഉൾഭാഗമായിട്ട് ഞങ്ങൾ കാണുന്ന മാഷാ അല്ലാഹ്, ഇത് വേറെ തന്നെ ഒരു ലോകം. അസ്സലാമു അലൈക്കും. അവരൊക്കെ നമ്മളെ കൂടെ ഉള്ളതാ. ബാവാ, നമ്മളെ സീറ്റിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ കയറട്ടോ. ഇപ്പോഴായതുകൊണ്ട് ആരുമില്ല, കയറിയ പാടായതുകൊണ്ട്. ഇങ്ങനെയാണ് കാണിച്ചെടുത്തേ. ഇങ്ങനെയാണ് ദ്വീപിലൊരു സീറ്റ്. ദ്വീപിലെന്ന് പറയുന്നത് കപ്പലിലെ ഒരാൾക്കുള്ള നോർമൽ ആയിട്ടുള്ള സീറ്റ്. ഇതിന് പുറമെ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം 4 ആൾക്കുള്ള റൂം പോലത്തെ സെറ്റപ്പ് ഉണ്ടാവും, 2 ആൾക്കുള്ള ഉണ്ടാവും. പ്രാർത്ഥനാമുറി ഉണ്ട്. പിന്നെ ആശുപത്രി എന്തെങ്കിലും പറ്റിയാൽ പഠിച്ചാൽ കാക്കട്ടോ. സംഭവങ്ങളുണ്ട്. ബാക്കി കാണിച്ചു തരാം. ബാക്കി ഫുള്ള് ഇനി ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. 2nd ക്ലാസ് ക്യാബിൻ, കപ്പലിലെ ക്യാൻറ്റീൻ. ബാ, ടേൺ ലെഫ്റ്റ്. നല്ല ഭക്ഷണം കഴിച്ചു അൽഹംദുലില്ലാ. പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തരാം. ഒന്നും ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. മാഷാ അല്ലാ. എടോ ഇവരെവിടെ പോയി? ഇതായിരിക്കും കേട്ടോ ഒന്നും ഉണ്ടാക്കുന്ന സ്ഥലം. തുറക്കണോ? ഇല്ല. അപ്പം ഇതായിരിക്കും. കപ്പലിലേക്ക് ചരക്കുകൾ കയറ്റുന്ന രംഗം. ഇങ്ങനെ ഇവിടെ അട്ടിയായിട്ട് വെക്കുമോ, അതിന് എന്നിട്ട് ഒരു ക്രെയിൻ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റലാണ്. അയ്യവാ. ഏകദേശം വൈകുന്നേരം 3 മണി 4 മണിയുടെ ഇടയിലായിട്ട് കൊച്ചിയിൽ നിന്ന് കപ്പൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അത് കാണാൻ പറ്റും. കപ്പൽ എടുക്കുകയും കുറച്ചങ്ങോട്ട് കഴിഞ്ഞ പാട് ഞങ്ങളിങ്ങനെ പുറത്ത് കപ്പലിൻ്റെ മേൽഭാഗത്തുള്ളത് അവിടെ കാണിച്ചെടുത്തേ. കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുമാണ്, മേൽഭാഗത്തുമുള്ളത്. ചെറിയ കപ്പലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഓവർ കാറ്റില്ല എന്നൊരു ഭയങ്കര രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടുന്നത്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫീല് കിട്ടില്ല. ഇത് ശരിക്കും നമ്മൾ കടലിലൂടെ സഞ്ചരിച്ച് കടലിൻ്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പടച്ചോൻ്റെ വലിയൊരു അജായിബായ ലക്ഷദ്വീപിലെത്തുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വയസ്സായ വല്യമ്മമാരെല്ലാം ലക്ഷദ്വീപിലുള്ള ആളുകൾ ഒരു കേരളത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നൊക്കെ ഉണ്ട്. ഇവരെ നമ്മളതേ പരിപാടിക്ക് വന്ന ആളാട്ടാ. ഇവര് ഭയങ്കര പാട്ടുകാരനാണ് പറയുന്നത്. പാട്ട് നമുക്ക് പാടിപ്പിക്കാം. നമ്മളെ ഒരു പാട്ട് നമുക്ക് രണ്ടാൾക്കൊരു പാടാതെ. തീർച്ചയായിട്ടും. ഏതാ പാടാ? കപ്പലോ വിമാനമോ കടലിലിട്ട പാലമോ യാത്ര പോകും. കേരളത്തിൽ ഞങ്ങൾക്ക് ഏത് ജില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം?
കേരളത്തില് മലപ്പുറം. മലപ്പുറം എന്തുകൊണ്ടാ? മലപ്പുറം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും കുടുംബക്കാരവിടെ ഉണ്ടോ? കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഇവര് ഞാനിപ്പോൾ കപ്പലിൽ വെച്ച് കണ്ടതാട്ടോ. ഇവരുടെ മോന് നമ്മളെ എറണാകുളം അഷ്കരിയ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. മോനെ കൊണ്ടാക്കിയിട്ട് ഉപ്പയും അമ്മയും തിരിച്ച് നാട്ടിലേക്ക്, അതായത് ലക്ഷദ്വീപിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പം അങ്ങനെ വെറുതെ കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ്. പേരെന്തേനും? സലീം ചെറിയൻകോയ, ചെറിയ കോയ, അങ്ങനെ കുറേ എന്താ പറയുക വ്യത്യസ്തമായ പേരുകളാണ്. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയം, മേലെ ചന്ദ്രൻ ഇതാ ജസ്റ്റ് കാണാം. അതിരാവിലെ ദ്വീപിൽ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കാനുള്ള ഒരു വലിയ കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ വൈഫൈ കണക്ഷനും ഇല്ല, നമുക്ക് സിമ്മിന് റേഞ്ചും ഉണ്ടാവില്ല, നെറ്റും കിട്ടൂല. അപ്പോൾ നമ്മൾ ഫോണിൽ കളിച്ചിട്ട് ധാരാളം സമയം നമ്മൾ പാഴാവില്ല. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ രാത്രി 10 മണിക്ക് തന്നെ വളരെ നേരത്തെ ഉറങ്ങുകയും സുബഹിൻ്റെ തൊട്ട് മുമ്പായിട്ട് എഴുന്നേറ്റ് ഇത് കാണാൻ വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഈ വീഡിയോ കാണുന്ന നമ്മളിൽ പലർക്കും ഇവിടെ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് വളരെയേറെ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടച്ചോൻ്റെ ഒരു പ്രത്യേക സ്ഥലങ്ങളാണ് ഇതെല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാ. മറ്റൊന്ന്, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക എനർജി, സന്തോഷങ്ങൾ, അതൊക്കെ ഇവിടുന്ന് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ ഡിന്നർ സമയം എന്ന് പറയുന്നത് രാത്രി 7 മണിക്ക് ഡിന്നർ കഴിക്കും, രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. ആ സമയത്ത് കഴിച്ചിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടുകയില്ല. അതുകൊണ്ട് കൃത്യസമയത്തിന് പോയിട്ട് എല്ലാവരും പോയി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് മതി വരുന്നില്ല. മാഷാ അല്ലാ. ഇനി ഫസ്റ്റ് തന്നെ, അതായത് ഈ കപ്പൽ ഒരുപാട് ദ്വീപുകളിൽ പോകുന്നുണ്ട്. ആ പോകുന്ന ദ്വീപുകളിൽ വെച്ച് ഫസ്റ്റ് ദ്വീപിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. നമ്മൾ ഇറങ്ങുന്ന ദ്വീപ് അങ്ങോട്ട് കാണിച്ചതാ, ദ്വീപ് കറക്റ്റ് കാണുന്നു. അയ്യോ, ആ കാണുന്നതാണ് ദ്വീപ്. അനൗൺസ്മെന്റ് വന്നു, ഏകദേശം നമുക്ക് ഇറങ്ങാനായി. നമ്മളെ കൂടെ നമ്മളെ ഉസ്താദുണ്ട്. ഇങ്ങോട്ട് വരും. മാഷാ അല്ലാ, മാഷാ അല്ലാ.